ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഷുഗറിൻ്റെ. അപ്പം നോക്കിയപ്പോഴാണ് കൈ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റക്കായി പോയായിരുന്നു. ഇനി മാട്ടിന് എന്തെങ്കിലും ചെയ്യും, കാരണം അല്ലാതെ ഇനി ഈ റേഞ്ചിൽ പോകണമെങ്കിൽ ഇനി ഇൻസുലിൻ കൂട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്. എൻ്റെ ഷുഗർ ഡയഗ്നോസ് ചെയ്തത് 2008 അത് എനിക്ക് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നായിരുന്നു. അപ്പോൾ അത് കുറേ നാളായിട്ട് മാറാണ്ടായപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഷുഗറിൻ്റെ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞത്. കുറേ സ്ഥലങ്ങളിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ നാൾ ഡോക്ടർമാർ പറയണതനുസരിച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെഡിസിൻ മേടിച്ച് കഴിക്കുമായിരുന്നു. കുറേ നാൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ കൈ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റക്കായി പോയായിരുന്നു. സ്റ്റക്കായ ടൈമിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത ടൈമിൽ അവിടെ നിന്നൊരു റെഫറൻസിലാണ് ഞാൻ സിൽവർ ലൈനിലേക്ക് വരുന്നത്. ടോം ബാബു സാറിൻ്റെ കാണാൻ വേണ്ടിയാണ് അവിടെ നിന്ന് എനിക്ക് എഴുതി തന്നത്. സാറിനെ വന്ന് കണ്ട് സാർ എൻ്റെ ഇതെല്ലാം ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കാരണം ഈ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ്, കാരണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു സത്യസന്ധമായിട്ട് തന്നെ. കാരണം ഞാൻ റെഗുലറല്ല, ഞാൻ സ്വന്തമായിട്ടുള്ള മരുന്ന് മേടിച്ച് കഴിക്കുന്നതും ഇതെല്ലാം ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പ്രോപ്പറായിട്ട് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അന്ന് തൊട്ടിട്ട് ഇവിടെ വരുന്നുണ്ട് എങ്കിലും ഞാൻ ഡോക്ടർ പറയണെല്ലാം 100% ചെയ്യില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഡോക്ടറിനെ റെഗുലറായിട്ട് 1.5 മാസം കൂടുമ്പോഴൊക്കെ വന്ന് കാണുമായിരുന്നു. ഡോക്ടർ എപ്പോഴും വരുമ്പോഴും ഒരു ബ്രദർലി അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. കാരണം പുള്ളിയുടെ ആരും ഇങ്ങനെ ഉഴപ്പി പോകുന്ന ഒരു മട്ടിലായതുകൊണ്ട് എന്നെ എപ്പോഴും ഡയറ്റീഷ്യനെയും അവരുടെ ടീമിനെയും കാണാൻ വേണ്ടി എപ്പോഴും കാണിക്കുമായിരുന്നു. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ബ്ലഡ് രാവിലെ ഒരു ദിവസം രാവിലെ, പിന്നെ ദിവസം ഉച്ചക്ക്, പിന്നെ രാത്രി ഒക്കെ ചെക്ക് ചെയ്തിട്ട് എഴുതി വെക്കാനുള്ള ബുക്കൊക്കെ തരും. ഞാനത് നോക്കൊന്നുമില്ലായിരുന്നു. അത് മേടിച്ചിട്ടും പോവും. ഡോക്ടർ പറയുന്ന ഡയറ്റോ മെഡിസിൻ മാത്രം കറക്റ്റായിട്ട് കഴിക്കും. ഇൻസുലിനും എടുക്കും, മെഡിസിനും കഴിക്കും. ഡയറ്റും അങ്ങനത്തെ വേറെ വർക്കൗട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു. ലാസ്റ്റ് ഡോക്ടറിനെ കാണുന്ന ടൈമിൽ ഇങ്ങനെ ഇൻസുലിൻ 28 രാവിലെയും 28 നൈറ്റും എടുക്കുന്ന ഇത് പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇനി ഇത് ഇൻസുലിൻ ഇനി കൂട്ടാൻ പറ്റില്ല, കാരണം ഇനി മാറ്റിന് എന്തെങ്കിലും ചെയ്യും, കാരണം അല്ലാതെ ഇനി ഈ റേഞ്ചിൽ പോകണമെങ്കിൽ ഇനി ഇൻസുലിൻ കൂട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു. പറയണതിൽ 2 വർഷം മുമ്പ് എൻ്റെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് നടന്നായിരുന്നു. എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചായിരുന്നു. മോനും കൂടി പോകുന്ന ടൈമിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. മോൻ സ്പോട്ടിൽ മരിച്ചായിരുന്നു. പിന്നെ മോക്കും ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാനും പിന്നെയും ഡൗൺ ആയിരുന്നു ഇതിന്. കാരണം ഒന്നാമതെ ഷുഗറൊക്കെ അയ്യായിരുന്നു. അതുപോലെ ഇതുമായപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലും പിന്നെയും മോശത്തിലേക്കാണ് പോയത്. അങ്ങനെ സാറ് നിർബന്ധിച്ച് ഞാൻ ജിമ്മിലേക്ക് ജോയിൻ ചെയ്തായിരുന്നു. ഞാൻ ആദ്യമേ ജിമ്മിൽ പോയത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഊറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാനൊരു ഇതുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ജിമ്മിൽ പോകുമ്പോൾ ഉള്ള ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഷുഗറിനേക്കാൾ കൂടുതൽ എനിക്ക് ഗ്യാസ് ഊറ്റി ഒറ്റയ്ക്ക് എടുക്കണം. പിന്നെ അഥവാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ആരോഗ്യം കിട്ടണം എന്നുള്ള ഇതിലാണ് ഞാൻ പോയത്. കഴിഞ്ഞ മാസം ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ വെയിറ്റ് 64.7, അതായത് 19 kg എൻ്റെ വെയിറ്റ് കുറഞ്ഞായിരുന്നു. ഷുഗറും നോർമലായി, എൻ്റെ മെഡിസിനും ഇൻസുലിൻ ഫുള്ളായിട്ട് നിർത്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ഇതും സ്റ്റോപ്പ് ചെയ്ത്. എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എൻ്റെ ഇതും ബോഡി ട്രാൻസ്ഫോം ആയിരുന്നു. ഇതിൽ എന്നെ അവസാനമായിട്ട് ഡോക്ടർ എന്നെ ഉപദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ജിമ്മിൻ്റെ ഇത് വർക്കൗട്ടും ഇത് നിർത്താതെ ഇനി ലൈഫ് ലോങ് മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്ര കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ഇത് ഈ രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ.